പ്ലാസിൻഡ വഴി അമ്മയെ അനുഭവിക്കുന്ന സ്ട്രെസ് കാര്യങ്ങൾ കുഞ്ഞിലോട്ട് എത്തുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി ഗോയിങ് ടു അഫക്ട് ദ ബേബീസ് ഡെവലപ്മെന്റ്. ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഈ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ അമ്മയുടെ സ്ട്രെസ് ഹോർമോൺ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നു. ഈ കൊറിസോൾ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലേ, വൺസ് ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോയിങ് ടു ഡിസ്ട്രോയ് അവർ എൻറ്റയർ ലൈഫ് എന്ന് പറയുന്ന പോലെ കൊറിസോൾ അമ്മയുടെ പ്ലാസിൻഡ വഴി കണക്ട് ചെയ്ത് കുഞ്ഞിന്റെ ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോയിങ് ടു അഫക്ട് ഡെവലപ്പിംഗ് ബ്രെയിൻ. കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയാണ് ഡയറക്ട്ലി ഇത് അഫക്ട് ചെയ്യുന്നത്. അമിഗാഡ്ല എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിന്റെ സെന്റർ ഉണ്ട്. ആ സെന്റർ ഇമോഷൻസിനെയും ഫിയറിനെയും ഒക്കെ പ്രോസസ് ചെയ്യുന്ന സെന്ററാണ്. ഇത് അഫക്ട് ചെയ്യുന്നത്, അതായത് കൊറിസോണിനെ കൂടുതൽ അമിതമായ കൊറിസോൺ ലെവൽ കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് ഡയറക്ട്ലി നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിനിലോട്ടായിരിക്കും. സോ ദ സ്ട്രെസ് വിച്ച് ഈസ് ഗോയിങ് ടു അഫക്ട് ഡയറക്ട്ലി ബേബീസ്. അപ്പം അങ്ങനെ ഒരു ഇതാണ് മെയിൻലി കൊറിസോൾ എങ്ങനെ കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. സോ ഇപ്പൊ നവഡേയ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട്. എല്ലാവരും തന്നെ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി പീരീഡിലെ അമ്മയുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇതൊരു റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള സ്റ്റാർട്ടിങ് ഇറ്റ്സ് ഹാപ്പനിങ് ഫ്രം ദ വൂം ഇറ്റ്സെൽഫ്. സോ യെസ്, ആൻഡ് വൈ എങ്ങനെയാണ് ഇത് കുഞ്ഞുങ്ങളെ ഈ ഒരു കൊറിസോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പം പറഞ്ഞു. അവർക്ക് ഇതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വെൻ ബേബി അറൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഇതെല്ലാം എക്സ്പ്ലിസിറ്റ് ചെയ്യുന്ന ഒരു ഏജ് കാറ്റഗറിയാണ്, അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് പ്രീ ടീൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഹോർമോണൽ ചേഞ്ചസ്, സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വിസിബിൾ ആവാൻ തുടങ്ങുന്നത്. ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കുട്ടികള് പെട്ടെന്ന് ഇമോഷണൽ റിയാക്റ്റീവ് ആയിരിക്കും. അവർ പെട്ടെന്ന് ഒന്നെങ്കിൽ അപ്സെറ്റ് ആകും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്കെയർഡ് ആകും. ആൻഡ് ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി, എന്തെന്നില്ലാത്ത ഒരു ആൻസൈറ്റി. നമ്മൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾക്ക് വരെ ചിലപ്പോൾ അവർ ടെൻഷൻ അടിച്ചു നിൽക്കും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനോട്, മേ ബി അതൊരു കെയർ ഗീവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിരിക്കാം, അവരോട് ഭയങ്കര ഓവർലി അറ്റാച്ച്മെന്റ് ആകുന്നു. ആ ഒരു പേഴ്സൺ ഇല്ലാതെ അവർക്ക് പറ്റില്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നതാണ് ഈ ഒരു പ്രീ ടീനിൽ അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ സ്ട്രെസ് ലെവല് എത്രമാത്രം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അറ്റൻഷൻ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സ്ട്രെസ് ലെവൽ കൂടുന്നത് കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നു. ആൻഡ് എങ്ങനെയാണ് ലോങ് ടൈം ഇമ്പാക്റ്റ് ആയി മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഓവർ സെൻസിറ്റീവ് കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണുമായിരിക്കും. ഇറ്റ് മേ ബി ഇസ് ഓൾസോ അതൊരു പോസ്റ്റ്നേറ്റൽ കോഴ്സും ആകാം, പ്രീനേറ്റൽ കോഴ്സും ആകാം. സോ പോസ്റ്റ്നേറ്റൽ ആണെങ്കിൽ നമുക്കറിയാം എൻവയറമെന്റിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസ് ആണ്. പ്രീനേറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രീനേറ്റൽ ഏരിയയിൽ ഉണ്ടായതാണ് ഈ ഇഷ്യൂസ് എങ്കിൽ വി ഷുഡ് ഹാവ് ടു ഗോ ത്രൂ ദി തെറാപ്പീസ് ഓർ ഒരു പോസിറ്റീവ് എൻവയറമെന്റ് കൊടുക്കുക എന്നുള്ളത് മനഃപൂർവ്വം പേരൻസ് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ പ്രീനേറ്റൽ സ്ട്രെസ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ മെറ്റേണൽ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത് വെച്ചാൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ADHD, അതുപോലെ തന്നെ പൂർ ഇമോഷണൽ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആൻഡ് ഈ ഒരു പ്രഗ്നൻസി സ്ട്രെസ് പോലെ തന്നെയാണ് അമ്മ എടുക്കുന്ന ന്യൂട്രീഷൻസും സബ്സ്റ്റൻസും. അമ്മ മാൽന്യൂട്രീഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻസിന്റെ അളവ് കുറവാണ്, ലൈക്ക് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഒമേഗ 3, ഇതിന്റെയൊക്കെ അളവ് കുറയുമ്പോൾ അതും കുഞ്ഞിന്റെ ന്യൂറൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ പ്ലാൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഗൈനക്കോളജിസ്റ്റിനെ ഒക്കെ കാണും. ആ ടൈമിൽ തന്നെ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു ടേക്ക് ഫോളിക് ആസിഡ്സ് എന്ന് പറയാറുണ്ട്. ആൻഡ് ഈ ഫോളിക് ആസിഡ്സിന് ഫോളിക് ആസിഡ്സിനെ ഒക്കെ ഇൻടേക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ
സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരു പേരന്റ് ആണെങ്കിൽ ബിഹേവിയറൽ ഡിസ്റെഗുലേഷൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ടൈം പീരീഡിൽ വിസിബിൾ ആയി തുടങ്ങും. സോ pregnancy period is very important to for the health of baby and also mother and understand എങ്ങനെയാണ് ഈ പ്രീറ്റീൻ അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ഒക്കെ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആകുന്നുണ്ടോ? എനിവൺ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? യെസ് മാം, ഓഡിബിൾ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. ഈ പ്രീറ്റീനെ എങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു പ്രീറ്റീന്റെ ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രീറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മെൻഷൻ ചെയ്തു 9 to 12 ഇയേഴ്സ് ആണ് പ്രീറ്റീൻ. ചിലപ്പം ഇറ്റ് മേ ബി എക്സ്റ്റെൻഡഡ് ടു ഒന്നെങ്കിൽ എയർലി ആകാം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ആകാം. 13 എക്സ്റ്റെൻഡഡ് വരുമ്പോൾ 13 ഇയേഴ്സ് ആകാം. എയർലി ആണെങ്കിൽ 8 to 13 ഏജ് ഇയേഴ്സിനെയാണ് പ്രീറ്റീൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസൻസിലോട്ട് എത്തുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജിനെയാണ് പ്രീറ്റീൻ എന്ന് വിളിക്കുന്നത് ആൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഒരു ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ അറിയാം ബ്രെയിൻ ഇപ്പോഴും അണ്ടർ ഡെവലപ്മെന്റിലാണ്. ഈ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ ബ്രെയിൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ വൈറസ് ഒക്കെ വയറ്റിൽ നിന്ന് കിട്ടി, അമ്മയുടെ വൂമ്പിൽ നിന്ന് കിട്ടി, അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് ഫോം ചെയ്തെടുക്കുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് പ്രീറ്റീൻ എന്ന് പറയുന്നത്. അപ്പം ഇവർ എന്ത് കിട്ടിയാലും അതിനെയൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടതിനെ എടുത്ത് വേണ്ടാത്തതിനെ എടുക്കുന്ന ഒരു പ്രായമാണ്. സോ ഇവർക്കൊരു ഹോർമോണൽ, ഇനി ഇവരുടെ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസിലോട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കലി അവരുടെ ഗ്രോത്ത് ഉണ്ടാകും. ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ മെൻഷൻ ഹോർമോണൽ ചേഞ്ചസ്. ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് പ്രീറ്റീൻ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിന്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും കുഞ്ഞുങ്ങൾ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. ഫിസിക്കൽ ഗ്രോത്ത് പതിയെ കാണിച്ചു തുടങ്ങും. ഇമോഷണൽ സെൻസിറ്റിവിറ്റി, സെൽഫ് കോൺഷ്യസ് ഒക്കെ ഇവരെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ പതിയെ ഇവർക്ക് ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് പതിയെ എത്തിച്ചേരും. അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തിച്ചേരും. ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഐഡന്റിറ്റി എക്സ്പ്ലോറേഷൻ നടക്കുന്നത് അവര് പതിയെ എനിക്ക് ഒരു കൂട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബിലോങ്ങിങ് ഫ്രണ്ട്ഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ റിയലൈസ് ചെയ്ത് അവർ അവരുടെ പിയർ ഗ്രൂപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് സ്റ്റൈലിംഗ്. അവർക്ക് അവരുടേതായ ഹോബീസ് ഉണ്ടാകും, അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാകും. ദേ സ്റ്റാർട്ട് പതിയെ അവർ ബൗണ്ടറീസ് ഇട്ട് തുടങ്ങും. ആൻഡ് ഓൾസോ അവർക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വളർന്നു, എനിക്ക് ഒരു ചെറുതായിട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഞാൻ വലുതായല്ലോ, സോ എനിക്ക് തന്നെ ഒരിടത്ത് പോകാമല്ലോ, എങ്ങനത്തെ കുറെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസിലോട്ടൊക്കെ അവർ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്കറിയാം ഈ ഒരു ഏജിൽ അവർ കുറച്ചുകൂടെ റിസ്ക് ടേക്കിംഗ് ആയിരിക്കും, അഡ്വെഞ്ചേഴ്സ് ആയിരിക്കും, അവർക്ക് എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പം അവര് ബിഹേവിയറൽ അവരുടെ ചേഞ്ചസ്, റിസ്ക് ടേക്കിംഗ് ടെൻഡൻസീസ് കൂടും. പഴയ കാര്യങ്ങൾ, പഴയ ഹോബീസ്, ചിലപ്പോൾ കുഞ്ഞിനെ അവർ ചിലപ്പം കളിച്ചുകൊണ്ടിരുന്ന ഹോബീസ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് പുസ്തകം വായിക്കുന്നതാണെങ്കിൽ അവര് കമ്മിങ് ടു ദ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ അവരുടെ ഹോബി മാറിയിട്ട് ചിലപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ, നമ്മൾ ടിപ്പിക്കലി പറയുമ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസിലോട്ട് അവർ മാറും, ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് കുറച്ചുകൂടെ അവെയർ ആയി തുടങ്ങും. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ഇമോഷണലി ഔട്ട്ബസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്, ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ചില ഫ്രണ്ട്ഷിപ്പിൽ ഒബ്സസ്ഡ് ആവാനും സോഷ്യൽ മീഡിയയിലൊക്കെ ഒബ്സസ്ഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വി ഷുഡ് എക്സ്പെക്ട് ദോസ് ചേഞ്ചസ്. ആൻഡ് എനിക്ക് തോന്നുന്നു മെനി ഓഫ് യു ഗൈസ് വേർ വർക്ക് വിത്ത് ചിൽഡ്രൻ. നോർമൽ ബിഹേവിയേഴ്സും റെഡ് ഫ്ലാഗ് ബിഹേവിയേഴ്സും ഉണ്ട്.
Now we are discussing about normal behaviors. ഒരു പ്രീ ടീനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഏരിയയിൽ നിങ്ങൾക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു നോർമൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയായിരിക്കാം പ്രീ ടീനിൽ വരാനുള്ളത്? I think I should take some. മിഷേൽ മിഷേൽ എന്തൊക്കെ ഒരു പ്രീ ടീനിൽ നോർമൽ ബിഹേവിയേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്? മിഷേൽ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. എന്തൊക്കെ ഒരു പ്രീ ടീനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോർമൽ ബിഹേവിയർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും തോന്നുന്നു കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇമോഷൻസ് അതിന്റെ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ, മീൻസ് അത് അതായത് നമ്മുടെ സഹജീവികളോടുള്ള പെരുമാറ്റങ്ങൾ, അവരോട് കാണിക്കുന്ന ഇമോഷൻസ് ഒക്കെ കുറച്ചും കൂടെ വേണ്ട രീതിയിലായിരിക്കും. ഈ ഒരു ഏജിലാണ്, താങ്ക് യു മിഷൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ ഒരു ഏജിലാണ് മൂഡ് സ്വിങ്സ് ഒക്കെ ഭയങ്കര നോർമൽ ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. അവർ പതിയെ അവരുടെ നേരത്തെ ഫ്രണ്ട്സിനെയൊക്കെ മാറ്റി പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവര് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മാറ്റി തുടങ്ങും. പിന്നെ പേരൻസ് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പേരൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്ര നാളും അവർക്ക് അല്ലെങ്കിൽ അവൻ എന്നെ മതിയായിരുന്നു, ഇപ്പൊ അവന്റെ ടീച്ചർ മതി അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് മതി, പതിയെ അമ്മ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ടീച്ചർ പറയുന്നതാണ് കറക്റ്റ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് പറയുന്നതാണ് കറക്റ്റ്, പതിയെ ആർഗ്യൂയിലോട്ടൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഒബ്സെഷൻ കാര്യങ്ങളൊക്കെ പതിയെ തുടങ്ങും. കുറെ അവരവരുടെ ബോഡിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ദേ ആർ വെരി ക്യൂരിയസ് അബൌട്ട് ദർ ബോഡി, അബൌട്ട് സെക്സ്, ആൻഡ് ദേ നീഡ് സം പ്രൈവസി എന്നുള്ള കാര്യത്തിലോട്ട്. ഇതാണ് ഒരു നോർമൽ ബിഹേവിയർ. വെൻ കമ്മിങ് ടു ദ റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൂഡ് സ്വിങ്സിൽ തന്നെ അവര് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ലിമിറ്റിൽ കൂടുതൽ അവർ സാഡ്നെസ് ആകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പേരൻസുമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒരു പോസിറ്റീവ് മാനറിലല്ലാതെ ഒരു വയലന്റ് അല്ലെങ്കിൽ ഔട്ട്ബേസ്റ്റ് രീതിയിലോട്ട് എത്തുന്നത് റെഡ് ഫ്ലാഗ് സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ ഈ അവരുടെ ലുക്കിലൊക്കെ അവരുടെ ഒബ്സെഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് ഭയങ്കര ഒബ്സെഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ് ഫ്ലാഗ്സ് ആയിട്ട് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ നോളജ് ബിഹേവിയേഴ്സ്. നോർമലി കുഞ്ഞുങ്ങൾക്ക്, പ്രീ ടീനിലുള്ള കുഞ്ഞുങ്ങൾക്ക് ക്യൂരിയസ് ആണ്, അവരുടെ സെക്സിനെ കുറിച്ചും ബോഡിനെ കുറിച്ചും ഒക്കെ അവെയർ ആവാൻ അവർ ക്യൂരിയസ് ആണ്. പക്ഷെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ, സെക്ഷൽ നോളജ് ഒക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. ആൻഡ് ഓൾസോ സീക്രട്ടീവ് ബിഹേവിയർ, നീഡ് ഫോർ പ്രൈവസി അവിടെ ഉണ്ടെങ്കിലും ഒരു സീക്രട്ടീവ് ബിഹേവിയർ അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഫ്രീക്വന്റ്ലി കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇവരുടെ ബിഹേവിയറിൽ റെഡ് ഫ്ലാഗ്സ് ആയിട്ടും നമ്മൾ ഈ ഒരു ഇഷ്യൂസിനെയൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു മേഖലയായിട്ടും കൺസിഡർ ചെയ്യണം. ആൻഡ് കമ്മിങ് ടു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കാം. സ്ലൈഡ് കറക്റ്റ് ആണ്, മറ്റേ സ്ലൈഡിൽ നമ്മൾ വെച്ചു. ഓക്കെ, ഒരു ഏർലി ചൈൽഡ്ഹുഡ് ബിഹേവിയർ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് നമ്മുടെ ഒരു ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലത്തെ സ്റ്റെം ചെയ്യുന്നു അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? വെൻ എ ചൈൽഡ് ഒരു 5 to 6 ഇയേഴ്സിലൊക്കെ ആകുമ്പോൾ അവരുടെ ഇമോഷണൽ വേൾഡ് അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺ ഒക്കെ അവർ പതിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. പതിയെ അവർ വേൾഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യപ്പെടുന്നു. അവര് ഇത്ര നാളും കണ്ടിരുന്ന ഒരു ലോകത്തിൽ നിന്ന് സംതിങ്, അവരുടെ പിയർ ഗ്രൂപ്പ് മാറുന്നു, അവരുടെ സറൗണ്ടിങ്സ് മാറുന്നു, അവരുടെ ഇമോഷണൽ വേൾഡ് അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മാറി പുതിയൊരു വേൾഡിലോട്ട് പതിയെ പതിയെ എത്തുന്നു. ഈ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന അബ്യൂസസ്
അവർ വിറ്റ്നസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് വയലൻസസ്, അല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പേരന്റിന്റെ നഷ്ടം, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രോമ. ഈ കാര്യങ്ങൾ, ഈ ഇവന്റ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ എപ്പോഴും ഒരു ട്രോമയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് അബ്യൂസസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസസ്, ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കിടക്കും. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസസ് ഇവരുടെ ബ്രെയിനിൽ സ്ട്രെസ് റെസ്പോൺസ് ആക്ടിവേറ്റ് ആക്കും. ആൻഡ് ദാറ്റ് വിൽ ഗോയിങ് ടു സെൻസിറ്റീവ് ആക്കും. ഒരു കുഞ്ഞിനെ ഭയങ്കര സെൻസിറ്റീവ് ആക്കാൻ ഉള്ള സാധ്യതകളുണ്ട്, ആൻഷ്യസ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് തന്നെ ഇമോഷണലി റിയാക്റ്റീവ് ആകുന്ന കുഞ്ഞുങ്ങളെ ബിൽഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ട്രോമാസ് വിച്ച് ഈസ് ഒന്നെങ്കിൽ അത് സാഹചര്യങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം. പക്ഷെ നെക്സ്റ്റ് ആണ് നെഗ്ലക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹം, അഫെക്ഷൻ, അറ്റൻഷൻ, സേഫ്റ്റി, ഈ കാര്യങ്ങൾ നമ്മുടെ പിള്ളേരുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ നീഡാണ്. ഈ നീഡ് മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു ചൈൽഡ് ഡെഫിനറ്റ്ലി ദേ വിൽ ഗോയിങ് ടു സ്ട്രഗിൾ വിത്ത് അവരുടെ സെൽഫ് വർത്തിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും നെഗ്ലക്റ്റഡ് ആവുന്ന കുഞ്ഞുങ്ങൾ. ആൻഡ് ഇൻകൺസിസ്റ്റന്റ് കെയർ ഗീവിംഗ്, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില സമയത്ത് ഇൻകൺസിസ്റ്റന്റ് കെയർ ഗീവിംഗ് മീൻസ് ചില സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയത്ത് മൈൻഡ് പോലും ചെയ്തില്ലായിരിക്കും. അപ്പം ഈ ഒരു പേരന്റൽ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിന്റെ ഈ ഒരു ഷിഫ്റ്റ് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അവർക്ക് ഈ ഒരു ഷിഫ്റ്റിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ വിൽ സ്റ്റാർട്ട് ഇൻസെക്യൂരിറ്റി. അവരെ തന്നെ ഇൻസെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അവർക്ക് ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആവാതെ അവർ ഇൻസെക്യൂർ ആകും ഈ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെയർ ഗീവിങ്. ആൻഡ് അവർക്ക് പതിയെ ഇതെങ്ങനെയാണ് പ്രീറ്റീനിലോട്ട് അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതോറിറ്റീസിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാതെ വരും. ടീച്ചേഴ്സ് ഒരു അതോറിറ്റി ആണെന്ന് മനസ്സിലാവാതെ അവർ പറയുന്ന കാര്യങ്ങളെ അനുസരണക്കേടൊക്കെ കാണിച്ച് പേരൻസിനോടാണെങ്കിൽ ഈ ഒരു അതോറിറ്റീനെ ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അതുപോലെ തന്നെ ഈ പിള്ളേർ ചിലപ്പോൾ ഓവർ ഡിപ്പെൻഡന്റ് ആയി മാറാൻ ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ദേ വിൽ ഹാവ് സീക്കിംഗ് ദ അപ്രൂവൽ അല്ലെങ്കിൽ അറ്റൻഷൻ ഒക്കെ എപ്പോഴും കോൺസ്റ്റന്റ്ലി ദേ നീഡ്. അങ്ങനെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ലക്ച്വലിറ്റിയിലോട്ട് ഈ ഒരു നെഗ്ലക്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻകൺസിസ്റ്റന്റ് കെയർ ഗീവിംഗ് എത്തിച്ചേരും. ഹൗ ഇറ്റ് ഗോയിങ് ടു ഷോ ഇൻ പ്രീറ്റീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ഭയങ്കര ഇമോഷണലി ഔട്ട്ബേസ്റ്റ് ആവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ കുഞ്ഞു ക്രിറ്റിസിസം, നീ അത് ചെയ്തത് ശരിയായില്ലായിരുന്നു, അത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനെ അവർ ഭയങ്കരമായിട്ട് ഓവർ റിയാക്റ്റീവ് ആകും. ആൻഡ് ഓൾസോ അവർക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ആൻഡ് ഓഫ് കോഴ്സ് they will not able to handle സ്കൂൾ സ്ട്രെസ് അല്ലെങ്കിൽ സ്കൂളിലെ റൂൾസും കാര്യങ്ങളൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ എബിലിറ്റി നഷ്ടപ്പെടും. ഈ ഒരു എക്സ്പീരിയൻസസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ഈ എസ്പെഷ്യലി നെഗ്ലക്ട്, എയർലി ട്രോമാസ്, പിന്നെ ഇൻകൺസിസ്റ്റന്റ് കെയർ ഗീവിംഗ് ഒക്കെ ഈ ഒരു പ്രീറ്റീൻസിൽ ഈ ഒരു ട്രബിൾസിലോട്ട് എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൻഡ് വി ഓൾ നോ ബ്രെയിൻ ഡെവലപ്മെന്റിലോട്ട് മൂവ് ആണെങ്കിൽ ഏർലി എക്സ്പീരിയൻസസ് ഒരു കുഞ്ഞിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ അവരുടെ ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നാണ്. നമ്മൾക്കറിയാം ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ബ്രെയിൻ നെർവ്സ് ഒക്കെ ഒരു വയറാണ്. ഇതിനൊന്ന് റീവയർ ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ബ്രെയിൻ സർക്യൂട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ വേണ്ട രീതിയിൽ എത്തിക്കാന്നുള്ളൊരു സംഭവമാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഏർലി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അവന്റെ സെൻസിറ്റീവിനെ അല്ലെങ്കിൽ അവന്റെ സെൻസിറ്റീവ് അല്ലെങ്കിൽ റാപ്പിഡ് ഡെവലപ്മെന്റ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് റെസ്പോൺസ്. സച്ചാസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നു, സ്നേഹം, ഭയം, ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ബ്രെയിനിനെ
ബിൽഡ് ചെയ്തെടുക്കുവാണ്, ഈ നെർവ്സിനെ ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുവാണ്. അഫ്കോഴ്സ് പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് തന്നെ അറിയാം, നമ്മൾക്ക് ഏജ്ഡ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അഡൽട്ട്ഹുഡിലായിട്ടിരിക്കുന്ന നമുക്ക് തന്നെ അറിയാം, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബിൽഡിങ് അസ് എന്താണ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യും. സോ ഒരു കുഞ്ഞു കൊച്ചിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവന്റെ എൻറ്റയർ ലൈഫ് ഒരു ഫോർമേഷൻ പീരീഡിൽ ആയിരിക്കുന്ന ടൈമിൽ പോസിറ്റീവ് എക്സ്പീരിയൻസസ്, എസ്പെഷ്യലി സ്നേഹം, ലവ്, കെയർ, പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവൻ ഒരു അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് എൻറ്റയർലി വേർഡിലോട്ട് കടക്കുമ്പോഴത്തേക്കും ദേ വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ ട്രസ്റ്റ് ആൻഡ് ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. വൈൽ ഇറ്റ് കമ്മിങ് ടു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി അൺപ്രെഡിക്റ്റബിൾ, ദാറ്റ് വിൽ ഡിസ്ട്രോയ് എ എൻറ്റയർ ഹ്യൂമൻ ബീങ്. ഒരു ട്രോമ, നെഗ്ലക്ട്, അബ്യൂസസ് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുവാണെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ലൈഫ് എൻറ്റയർലി ഡിസ്ട്രോയ് ചെയ്യും. കാരണം ഒരു ബേസിക് ഹ്യൂമൻ ബീങ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, ബോണ്ടിങ് ആവുക, അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ നേച്ചറാണ്, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഗോയിങ് ടു ഡിസ്ട്രോയ് ദ ഹ്യൂമൻ എൻ്റെ ഹ്യൂമൻ ബീങ് ആണ്. ആൻഡ് നൗ മൂവിങ് ഓൺ ദ ഇമോഷണൽ സെക്യൂരിറ്റി. ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന പോലെ കുഞ്ഞ് സേഫ് ആണ് അവന് ഫീൽ ചെയ്യുക. അവർക്കൊരു ഇമോഷണൽ ഞാൻ സേഫ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് എന്തും പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുത്താൽ ഇമോഷണലി ആ ഒരു കുഞ്ഞ് സെക്യൂർ ആകും. ആൻഡ് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് പോസിറ്റീവ് സപ്പോർട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് വേ ഓഫ് എൻറിച്ച്മെന്റ് ആണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് ഈ ഒരു ഇമോഷണലി സെക്യൂർ ആയിരുന്നോ ഈ കൊച്ചിന്റെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞ് റിജക്ഷനിൽ പോലും ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കുഞ്ഞ് ക്രിറ്റിസിസത്തെ പോലും ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, വി ഷുഡ് റിയലൈസ് ദാറ്റ് ചൈൽഡ് എവിടെയോ ആ കൊച്ചിന് ഇമോഷണൽ സെക്യൂരിറ്റി മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ സേഫ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലൗഡ് ആവുന്നു അതല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റഡ് ആകുന്നു എന്നുള്ള ഒരു ഇമോഷണൽ സെക്യൂരിറ്റി എവിടെയോ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആൻഡ് ഇതെങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് വി ഷുഡ് വർക്ക് ഔട്ട്. നമ്മൾ നമ്മുടെ ബിഹേവിയറേഴ്സിൽ മാറ്റം വരുത്തുക, അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. ഉള്ളി സ്നേഹം നിറച്ചുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. സോ ഞാൻ എൻ്റെ കൊച്ചിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആക്ഷൻസ് അതുമായിട്ട് കണക്റ്റഡ് ആകുന്നില്ല എങ്കിൽ ആ കുഞ്ഞിന്റെ ഇമോഷണൽ സെക്യൂരിറ്റി അവിടെ ഡൗട്ട്ഫുൾ ആവുകയും അവിടെ ക്വസ്റ്റ്യൻ ആവുകയും വളർന്നു വരുമ്പോൾ ഇറ്റ് വിൽ ഗോയിങ് ടു ലോങ് ടൈം ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂയിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിസലൻസ് ബിൽഡിംഗ്. എപ്പോഴും ഒരു ഈ ഒരു പ്രീ ടീനിന് ഇമോഷണലി സെക്യൂർ ആവുക എന്ന് പറയുന്നതാണ് ഇമോഷണൽ റെസിലൻസ് എന്ന് പറയുന്നത്. ആ കുഞ്ഞിന്, ഒരു ചൈൽഡിന് അവന്റെ സ്ട്രെസ്, അവന്റെ ഫെയിലിയേഴ്സ്, അവന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചലഞ്ചസിനെ ഒക്കെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഈ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇത് കുറെ പേര് സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം, കുറെ പേര് ആസ്പയറിംഗ് സൈക്കോളജിസ്റ്റുകളായിരിക്കാം, കുറെ പേര് വർക്കിംഗ് ആയിരിക്കാം, കുറെ പേര് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം, ഡിഫറെന്റ് സ്ട്രീംസിലുള്ള കുറച്ച് പേര് പേരൻസ് ആയിരിക്കാം. ഡിഫറെന്റ് സ്ട്രീംസിലുള്ള ആൾക്കാരാണ് ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് ഈസ് ഇമോഷണൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാനാണ്. കുഞ്ഞിന് ഫീൽ ചെയ്യണം, ചിൽഡ്രൻ ഷുഡ് ഫീൽ ദാറ്റ് ഐ ആം സേഫ്, ഐ ആം ലവ്ഡ്, ആൻഡ് എനിക്ക് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഏത് നേരത്ത് വേണേലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അവരത് ഡിനേ ചെയ്യില്ല. നോട്ട് ഓൺലി ദ പേരൻസ്, ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം അവരുടെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചാൽ എനിക്കത്
ചെയ്ത് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പ്രീറ്റീനിലാണ്. ആൻഡ് ഇത് പെടുന്നത് കൊണ്ട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇവർക്കൊരു പാനിക് അറ്റാക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പേടിയോ ഉണ്ടാകും. ആൻഡ് ദാറ്റ് വിൽ അഫക്ട് ദെയർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു ട്രമാറ്റിക് ലൈഫിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കമ്മിങ് ടു ഇനി അവരുടെ ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവയർനെസ്സിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏജ് കാറ്റഗറിയിലാണ് ബോയ്സും ഗേൾസും അവരുടെ പ്യൂബർട്ടി എത്തുന്നത്. ഗേൾസ് അവർക്ക് ബ്രസ്റ്റ് ബഡ്സ് ബിൽഡ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും, ആൻഡ് ക്യൂബിക് ഹെയർസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ബോയ്സ് അവരുടെ ടെസ്റ്റിക്കൽസും പീനസ് എൻലാർജ്മെന്റും ഒക്കെ ഈ ഒരു ഏജ് കാറ്റഗറി നടക്കും. ഈ ഒരു സമയത്ത് അവർക്ക് ഫിസിക്കൽ ചേഞ്ചസ് ഫുൾ കൺഫ്യൂസ്ഡ് ആയി തുടങ്ങും. ദേ ആർ അൺഅവെയർ അബൌട്ട് ഇതെന്താ പ്യൂബിക് ഹെയർ ഒക്കെ വരുമ്പോഴത്തേക്കും ദേ ആർ വെരി വറീഡ് അബൌട്ട് ദോസ് തിങ്സ്. അപ്പം അവരുടെ ഒരു കൺഫ്യൂഷൻസ്, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്, ക്യൂരിയോസിറ്റീസ്, ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കും നീ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറായോ എന്ന് ചോദിച്ച് തിരിച്ചു പറയുമ്പോഴത്തേക്കും ഓക്കെ ഇതെന്തോ ഇച്ചിച്ചി എ എന്നുള്ളൊരു ടൈപ്പിലോട്ട് മാറ്റപ്പെടും. സോ ഇവർക്ക് അവെയർനെസ് കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെയും കൂടിയാണ്. ആൻഡ് ദേ ആർ മോർ സെൽഫ് കോൺഷ്യസ് ആകും. അവരെ കുറിച്ച്, അവരുടെ ബോഡി ചേഞ്ചസിനെ കുറിച്ച് കോൺഷ്യസ് ആകും. അവർ പതിയെ സ്റ്റാർട്ട് ചെയ്യും, പ്രൈവസീസ് സ്റ്റാർട്ട് ചെയ്യും. ഇത്ര നാളും പേരൻസിന്റെ മുമ്പിൽ നിന്നോട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വില്ലിങ് ആയിരുന്ന, സെയിം സെക്സിലുള്ള ആളുടെ മുമ്പിൽ നിന്നോട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വില്ലിങ് ആയിരുന്ന കുട്ടി പതിയെ അമ്മ ഒന്ന് പുറത്തിറങ്ങുക അല്ലെങ്കിൽ അച്ഛൻ ഒന്ന് പുറത്തിറങ്ങുക, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരവരുടെ പ്രൈവസീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങും ഈ ഒരു ഏജിൽ. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദേ ആർ വെരി ക്യൂരിയസ് അബൌട്ട് സെക്സ് ആൻഡ് ബോഡി അനാട്ടമിനെ കുറിച്ച്. പതിയെ അവരുടെ പിയർ ഗ്രൂപ്പിൽ ഈ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സെക്ഷൽ ടോപ്പിക്സിനെ കുറിച്ച് അവർ പതിയെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. എക്സ്പ്ലോർ ചെയ്ത് മീഡിയയിലോട്ട് എത്തും. ഇവരുടെ ഒരു സെക്ഷൽ ടോപ്പിക്സിനെ കുറിച്ച് ഇവർ പതിയെ എന്തുകൊണ്ടാണ് എന്നുള്ള ക്യൂരിയസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇവർ പതിയെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് പതിയെ എത്തും. ആൻഡ് ചില കുട്ടികളിൽ മാസ്റ്റർബേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ ഒരു നോർമൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്കിൽ അതിന്റെ അത് മോണിറ്ററിങ്, പേരൻസ് ഷുഡ് മോണിറ്റർ ഇറ്റ്. ആൻഡ് ഓൾസോ അവർ പതിയെ മോൾഡ് ചെയ്ത് എടുക്കണം. ആൻഡ് ദർ ആർ സോർട്ട് ഓഫ് റെഡ് ഫ്ലാഗ്സ്. ഈ ഒരു ഏജിൽ കുറെ റെഡ് ഫ്ലാഗ്സുകൾ എക്സ്പ്ലിസിറ്റി ചെയ്ത് തുടങ്ങും. എക്സ്പ്ലിസിറ്റി ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി സെക്ഷൽ ബിഹേവിയറും അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ നോളജ് അവർക്കുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സെക്ഷൽ ബിഹേവിയേഴ്സ്, മറ്റു കുട്ടികളുമായിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിലൊരു ചേഞ്ചസ് ഒരു ഓവർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൺസിഡർ ചെയ്ത് അതിനെയും നമ്മൾ മോഡറേറ്റ് ചെയ്ത് എത്തിക്കാനുള്ള രീതിയിലോട്ട് എത്തണം. ആൻഡ് ഓൾസോ പെട്ടെന്ന് ഇത്ര നാളും ഇല്ലായിരുന്ന ഒരു പേടി കുഞ്ഞുങ്ങൾ ഒരു വ്യക്തിനെ കാണുമ്പോൾ, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വി ഷുഡ് ആസ്ക് എന്തുകൊണ്ടാണ് മോൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ മോന് പെട്ടെന്ന് അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കാണുമ്പോൾ പേടിയാകുന്നേ എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഈ റെഡ് ഫ്ലാഗ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റെഡ് ഫ്ലാഗ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഏരിയാസ് കവർ ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് സിസ്റ്റം ആയി മാറാൻ നമ്മൾ ട്രൈ ചെയ്യണം. ആൻഡ് ചില കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യണം. ഇപ്പം നമ്മുടെ ബോഡീനെ കുറിച്ച് വന്ന് നോർമലൈസ് ഇൻ ദ സെൻസ് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയാണ് യൂസ് ദ ടെർമിനോളജീസ്, കറക്റ്റ് ബോഡി പാർട്സ് തന്നെ ബോഡി നെയിം അതേപടി തന്നെ ബ്രസ്റ്റ് ആയിട്ടും പിനസിനെ പിനസ് ആയിട്ടും വജൈന ആയിട്ടും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേ ഫീൽ എന്നുള്ള സാധനം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ ഒരു ഏജിലൊക്കെ ശുശു വെക്കാൻ പോകണം, മിസ് ശുശു വെക്കാൻ പോകണം എന്ന് പറയുമ്പോൾ ഓക്കെ
ആ ഒരു ടെർമിനോളജീസിലുള്ള ചേഞ്ചസ് ഒക്കെ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഇച്ചിച്ചി ബേ എന്നുള്ള സാധനത്തിൽ നിന്ന് ഇറ്റ്സ് വെരി നോർമൽ. എല്ലാരും പീ ചെയ്യും, എല്ലാരും യൂറിനേറ്റ് ചെയ്യും, സോ ഇറ്റ്സ് വെരി നോർമൽ എന്നുള്ള രീതിയിലോട്ട് അവർ അവരെ തന്നെ മോൾഡ് ചെയ്തെടുക്കാനുള്ളൊരു സിറ്റുവേഷൻസ്, ആ ഒരു ഫ്രീഡം പേരൻസ് ടീച്ചേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് വി ഷുഡ് അവെയർ അബൌട്ട് ദ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് അവരുടെ പ്രൊട്ടക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. മെനി ഓഫ് യു അവെയർ അബൌട്ട് ദെയർ റൈറ്റ്സ്, എസ്പെഷ്യലി സർവൈവൽ റൈറ്റ്. സർവൈവൽ റൈറ്റ് ടു സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടാൻ അവകാശമുണ്ട്, അവർക്ക് പ്രോപ്പർ ഹെൽത്തും അവർക്ക് പാർപ്പിടവും എല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള സർവൈവൽ, ഒരു മനുഷ്യന്റെ സർവൈവൽ എന്തൊക്കെയാണോ നീഡ്സ് അതിന്റെ എല്ലാം റൈറ്റ്സ് കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് റൈറ്റ്സ്, എസ്പെഷ്യലി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പഠിക്കാന്, കളിക്കാന്, ഇമോഷണൽ ഡെവലപ്മെന്റ് നടത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, വയലൻസിൽ നിന്ന്, അബ്യൂസസിൽ നിന്ന്, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന്, നെഗ്ലക്ട്സിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. എസ്പെഷ്യലി അവരുടെ നെക്സ്റ്റ് ഫൈനൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വൺ ഓഫ് ദി അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പേഷൻ റൈറ്റ്. അവരുടെ കാര്യങ്ങൾക്ക്, അവരുടെ ഡിസിഷൻസിനെ ടേക്കപ്പ് ചെയ്യാനുള്ള, ഒപ്പീനിയൻസ് പറയാനുള്ള റൈറ്റ് അവർക്ക് കൊടുക്കണം. നമ്മൾ പറയാറുണ്ട്, നോർമലി നമ്മുടെയൊക്കെ വീടുകളിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ വായി വലിയ വർത്താനം പറയാതെ നിന്റെ അടുത്ത് ഇതിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? നോ, വി ഷുഡ് ഹാവ് ടു ടെൽ ദം യു ഓൾസോ ടെൽ നിന്റെ ഒപ്പീനിയൻ എന്താ എന്നുള്ളൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ. അത് ഓഫ് കോഴ്സ് കുഞ്ഞിന്റെ ഇമോഷണൽ ആൻഡ് വാലിഡേഷൻ, എനിക്ക് എന്റെ വീട്ടിൽ തന്നെ വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡിങ്ങിലോട്ടൊക്കെ എത്തുന്നു. ആൻഡ് ഓൾസോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇപ്പം നൗഡേയ്സ് വെരി കോമൺ ബാഡ് ടച്ച്, ഗുഡ് ടച്ചിനെ കുറിച്ചൊക്കെ അവയർനെസ് ക്യാമ്പയിൻസുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ കാര്യങ്ങൾ, ബോഡി പ്രൈവറ്റ് ഏരിയ ഏതാണ്, സേഫ് എന്താണ്, റെസ്പെക്ട്ഫുൾ ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നോ പറയേണ്ടവർക്ക് നോ പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയിലൊക്കെ നമ്മുടെ പിള്ളേരെ നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ദർ ആർ സഡൻ സൈൻസ് ഓഫ് അബ്യൂസസ്. ചില കുട്ടികളെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന മൂഡ് ചേഞ്ചസ്, വളരെ ആക്റ്റീവ് ആയിട്ടിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര മൂഡി ആയിട്ടിരിക്കുന്നു, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നുവെങ്കിൽ there is a sign of abuse. Maybe ഏത് അബ്യൂസ് വേണമെന്നാണ്, ഇറ്റ് നോട്ട് ഓൺലി ടു ഫിസിക്കൽ സെക്ഷൽ അബ്യൂസ്, മൈ ബി ഫിസിക്കൽ അബ്യൂസ് ഓർ ഇമോഷണൽ അബ്യൂസ്. സോ അത് ഐഡന്റിഫൈ ചെയ്യുക, ഒരു റിഗ്രഷൻ ആറ്റിറ്റ്യൂഡ് പോകുന്നുണ്ടോ നോക്കുക, നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ കുട്ടീനെ റിയലൈസ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ് അവന്റെ ചേഞ്ചസ് അനലൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഒരു ആദ്യം നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ സ്പെസിഫിക് പീപ്പിൾ സ്പെസിഫിക് ഏരിയയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അൺവാണ്ടഡ് ഫിയർ വരുന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യണം. അതൊരു സൈൻ ഓഫ് അബ്യൂസസ് ആണ്. ആൻഡ് ഓൾസോ അൺഎക്സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് കുഞ്ഞുങ്ങളുടെ ദേഹത്തുണ്ടെങ്കിൽ അത് അബ്യൂസസിന്റെ ഒരു സൈനാണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോമൺലി പറയാനുള്ളത്, പ്രീ ടീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് കോമൺലി പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇന്റർവെൻഷൻ ലെവലിലോട്ട് പോകാം. ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഹീലിംഗ് ഇന്റർവെൻഷൻസ് എങ്ങനെ നടത്തുന്നു എന്നുള്ള കാര്യത്തിലോട്ട് പോകാം. നമ്മൾ എപ്പോഴും ഇവരൊരു ടീൻ എപ്പോഴും ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. അപ്പൊ ആ സമയത്ത് ഇവരുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം. വി ഷുഡ് സപ്പോർട്ട് അവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്യുവാണ് എങ്കിൽ പോലും ജസ്റ്റ് അവർക്കൊരു പ്രൈസ് അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ദ എൻഡ് റിസൾട്ട് എന്തുവാകാം, ചിലപ്പോൾ പക്ക ഫ്ലോപ്പ് ആകാം, എന്തുവാകാം, പക്ഷെ ഇഫ് ദേ ആർ ടേക്കിംഗ് എ സ്റ്റെപ്പ് ടു ഡു ദാറ്റ് വി ഷുഡ് പ്രൈസ് ദം അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ദം, ആൻഡ് ദാറ്റ് വിൽ ഗോയിങ് ടു ബിൽഡ് ദെയർ സെൽഫ്. ആൻഡ് ഓൾസോ അവർക്ക് തെറ്റ് സംഭവിക്കാം,
അവർക്ക് നാണം കൂടാതെ തെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് പേരൻസ് കൊടുക്കാൻ എപ്പോഴും റെഡിയായിരിക്കണം. ആൻഡ് ഓൾസോ പുതിയ ടാലൻസ്, പുതിയ ഹോബീസ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവര് ട്രാൻസിഷൻ സ്റ്റേജാണ്. ട്രാൻസിഷൻ സ്റ്റേജിൽ മുൻപുണ്ടായിരുന്ന ഹോബീസ് ആയിരിക്കത്തില്ല ഈ ഒരു ഏജിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ചേഞ്ചസ് ആണ്. അത് പുതിയത് എക്സ്പ്ലോർ ചെയ്താണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം അവർക്ക് അവരുടെ ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, അവരുടെ ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. ഇറ്റ് വിൽ ഹാപ്പനിങ് ഫ്രം ദ ഫാമിലി. വീട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ഷുഡ് ഓൾസോ പ്രൊവൈഡ് എ സ്പിരിച്വൽ സപ്പോർട്ട്. സ്പിരിച്വൽ സപ്പോർട്ട് മീൻസ് നോട്ട് ഓൺലി ഇൻ ദ മീൻസ് ഓഫ് റിലീജിയസ് ആസ്പെക്ട് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ റിലീജിയസ് മാത്രം ഫോക്കസ് എന്നല്ല, ഒരു സർട്ടൻ നോംസ് വാല്യൂസ് ഉണ്ടായിരിക്കണം. ആ നോംസും വാല്യൂസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മെഡിറ്റേഷൻസ് കൊടുക്കുക, പ്രെയർ അല്ലെങ്കിൽ പെയ്ഡ് ബേസ്ഡ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നു. അവർക്ക് അവരുടെ ഒരു ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ, ചലഞ്ച് ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു സ്പിരിച്വൽ റുട്ടീൻ ഉണ്ടെങ്കിൽ that will help them to calm themselves. ആൻഡ് ദെൻ പിന്നെ വരുന്നത് തെറാപ്യൂട്ടിക് ഹെൽത്ത്. നെക്സ്റ്റ് സ്റ്റേജ് ആയിരിക്കണം തെറാപ്യൂട്ടിക് ഹെൽത്ത്. തെറാപ്യൂട്ടിക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇമോഷണൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ആൻസൈറ്റി, ബ്രീത്തിങ് കുഞ്ഞുങ്ങൾ ഇമോഷണൽ ഡിസ്ട്രസ്, ആൻസൈറ്റി അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാറ്റിക് സിംറ്റംസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഷുഡ് ടേക്ക് എ തെറാപ്പി. ഒരു തെറാപ്പി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് we all are familiar with certain therapies, play therapy ഉണ്ട്, ആർട്ട് തെറാപ്പി ഉണ്ട്, CBTs ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ചസ് ആണ്. ആ ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഫെയിലിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്ന ഒരു കുഞ്ഞു സ്റ്റെപ്പായിട്ട് വേണം എപ്പോഴും ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പിനെ കൺസിഡർ ചെയ്യാൻ. ആൻഡ് പതിയെ തെറാപ്പീസ് ഫാമിലിനെ തന്നെ റീബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പതിയെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഇമോഷണൽ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പ്രീടീൻ അവന്റെ പ്രീടീൻ കാലഘട്ടത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സയൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് തെറാപ്യൂട്ടിക് ഹെൽപ്പ്. നമുക്ക് വീട്ടിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വി ഷുഡ് take therapeutic help, and that will make our child a better human being. And also ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പേരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരെ സ്ക്രീൻ കാണിക്കാതെ വളർത്താന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഫോളിഷ്നെസ്. ബിക്കോസ് അവരുടെ പിയർ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നീ അതൊന്നും കണ്ടിട്ടില്ല, നീ ഒന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എനിക്ക് ഭയങ്കര മോശപ്പെട്ടതാണ്, ഇൻസെക്യൂർ ആകും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് അത് ബിൽഡ് ചെയ്യും. അപ്പൊ പ്രീ ടീൻസിന് എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കാൻ വി ഷുഡ് ഹാവ് എ സ്ക്രീൻ ടൈം. ഒരു സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് വിൽ കൺട്രോൾ ബൈ നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കണം. ഒരു ബാലൻസിങ് ഡിജിറ്റൽ ലൈഫ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ്സ് വെച്ചിരിക്കണം. പേരൻസിന്റെ കൺട്രോളിലായിരിക്കണം എപ്പോഴും വരാണ്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഈ അഡിക്ഷനിലോട്ടൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് കുറച്ച് എൻഗേജ്മെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഡിജിറ്റൽ ബാലൻസിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലോട്ട് എത്തും. ആൻഡ് ഇതിന് ഒരു ഓൾ വി ആർ അവെയർ അബൌട്ട് ദി റിസ്ക്സ്, മീഡിയ അഡിക്ഷന്റെ റിസ്കുകൾ നമുക്കറിയാം. സ്ലീപ്പ് ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമാജിനറി കാര്യങ്ങളായിരിക്കും ഇവരുടെ മൈൻഡിൽ ഉണ്ടാകുന്നത്. അത് വെച്ചിട്ട് ഇവർ വേൾഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കണക്ഷൻ കിട്ടാതെ റിയൽ വേൾഡും അൺറിയലിസ്റ്റിക് വേൾഡും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ദേ വിൽ ഗോണ ഫേസ്. അപ്പം അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. സോ നമുക്ക് എപ്പോഴും ഒരു സ്ക്രീൻ ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഒരു ഡിജിറ്റൽ വീട്ടിൽ തന്നെ നമ്മളൊരു
ടൈം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പിന് മെറിന മാം ഉണ്ടെങ്കിൽ മെറിന മാം ചെയ്യുന്നൊരു കാര്യമാണ്. മെറിന മാമിന്റെ വീട്ടിൽ മാം ഇവർക്കൊരു ഫിക്സഡ് ടൈം ഉണ്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു ഫിക്സഡ് ടൈം, ആ ടൈമില് അവർ ഫാമിലി ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ആണ് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ് ആണ് അവരുടെ ആ ഒരു സ്ക്രീൻ ടൈം ഇൻഡിവിജ്വലി പ്രൈവസി അവർ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ സ്ക്രീൻ ആണ്. അപ്പം അങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികൾക്ക് ഐസൊലേറ്റഡ് ആകുക എന്നതിനപ്പുറം അവർക്ക് കണക്ഷനും ഉണ്ട്, ഓൾസോ അവർക്കൊരു ഡിറ്റാച്ച്മെന്റും ഉണ്ട്. അഡിക്ഷനിലോട്ട് പോവാതെ അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാനുള്ളൊരു ഒരു കേപ്പബിലിറ്റി കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് കുറച്ച് സ്ക്രീൻ ഫ്രീ സോൺസ് നമ്മുടെ വീടുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ, എസ്പെഷ്യലി ഫ്രീ സോൺ വിച്ച് മീൻസ് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ടില്ല, പിള്ളേരെ യൂസ് ചെയ്യിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, അത് നോയാണ്. ഇവിടെ ബെഡ്റൂമിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ആൻഡ് നമുക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ മീൽ ടൈംസ് നോ ഫോൺ ആയിരിക്കണം, മീൽ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ ഫ്രീ ആയിരിക്കണം മീൽ ടൈം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ഈസിയാണ്, പേരൻസിന് എസ്പെഷ്യലി പേരൻസിന് ഭയങ്കര ഈസിയാണ്. ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ടിവിയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് കണ്ടോണ്ട് കഴിക്കും. അവർക്ക് ഫുഡും ചെല്ലും, പേരൻസിന് വലിയ ശല്യം ഉണ്ടാവാത്ത പേരൻസിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. പക്ഷെ ആ ഒരു കാര്യം നമ്മളായിട്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് മീൽ ടൈമിൽ നോ ഫോൺ നോ ടി വി എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ മൂഡ്സ് ക്രിയേറ്റിവിറ്റി ഒക്കെ എൻറിച്ച് ചെയ്യാൻ വേണ്ടി ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ടൈമുകൾ കൊടുക്കുക. ഇത് ഒരിക്കലും ഇവരെ ഒരു ഡിസിപ്ലിൻ ആക്കി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആക്കി മാറ്റാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു ഹെൽത്തി റിതം ലൈഫ് റിലേഷൻഷിപ്പിൽ എല്ലാത്തിനും ഒരു ഹെൽത്തി റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഫാമിലി ബോൺസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇനിഷ്യേറ്റീവ്സ്, കുറച്ച് ഇന്റർവെൻഷൻസ് ആണ് ഇത് പറഞ്ഞത്. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ദ എൻറ്റയർ വെബിനാർ അല്ലെങ്കിൽ ഒരു സെഷൻ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ജസ്റ്റ് മെൻഷൻ അബൌട്ട് ദ ഏർലി ഫൗണ്ടേഷൻസ്. ഏർലി ഫൗണ്ടേഷൻ എപ്പോഴും മാത്രമാണ് ഇമോഷണൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. അത് നോട്ട് ഓൺലി ആഫ്റ്റർ ദ ഇറ്റ്സ് ഹാപ്പനിങ് ബിഫോർ ദ ബർത്ത്. ജനിക്കുന്നതിന് മുന്നേ തന്നെ അത് കുഞ്ഞ് ഫീറ്റസ് ആയി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്ന ആ ടൈമിൽ മുതൽ ചൈൽഡ് വിൽ സ്റ്റാർട്ട് ദെയർ ഡെവലപ്മെന്റ്, എസ്പെഷ്യലി ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ. പ്രീനേറ്റൽ കെയർ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ബ്രെയിനിനെ സ്ട്രെസ് മാനേജ് ചെയ്യാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഭാവി റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പ്രീനേറ്റൽ കെയറും ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും. ദെൻ മൂവിങ് ഓൺ പ്രീ ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസിഷണൽ സ്റ്റേജ് ആൻഡ് ഫുൾ ചേഞ്ചസ് ആയിരിക്കും ഈ പ്രീ ടീനിൽ ഉണ്ടാകുന്നത്, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ഈ ഒരു 3 ഏരിയയിലും ഇവർക്ക് ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ ഏരിയ അല്ലെങ്കിൽ ട്രാൻസിഷൻ പീരിയഡ്, ട്രാൻസിഷൻ ഇറായാണ് പ്രീ ടീൻ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി മോൾഡിംഗ്, that will be creating gender human being. ഈ ഒരു പ്രീ ടീൻ നമ്മൾ പണ്ടൊക്കെ പറയുന്ന കാര്യം കടലിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. സോ ഈ ഒരു പ്രീ ടീനിൽ മോൾഡ് ചെയ്തെടുക്കുക. മേ ബി പ്രീനേറ്റൽ സമയത്ത് കെയറിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, മേ ബി ആഫ്റ്റർ ഡെലിവറി വീടുകളിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, വയലൻസസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ട്രാൻസിഷൻ ഏജിനെ റീവയർ ചെയ്യുന്ന ബ്രെയിൻ നെർവ് സിസ്റ്റംസ് ഒക്കെ റീവയർ ചെയ്യുന്ന ടൈമാണ്. ഈ റീവയറിംഗ് സമയത്ത് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി നടന്നിരുന്ന പ്രീനേറ്ററിന്റെയും ആഫ്റ്റർ ബർത്തിന്റെയും ഒക്കെ ട്രോമാസിനെയൊക്കെ മാറ്റി നമുക്ക് അവരെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി പിയേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് ഓൾസോ നൗഡേയ്സ് മീഡിയ പ്ലേയിങ് എ മേജർ റോൾ. ആൻഡ് പിന്നെ ഉള്ളത്
ഇവരുടെ ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു എസെൻഷ്യൽ ആണ്. ദേ ആർ വെരി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. അത് വളരെ നോർമൽ ആണ്. അവർക്കൊരു പ്രോപ്പർ ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ആൻഡ് അവരുടെ ഈ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ബൗണ്ടറീസും ബോഡീസിനെയും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹീലിംഗ് ആൻഡ് സപ്പോർട്ട് ബിൽഡിംഗ്. ഫാമിലിയിൽ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ തെറാപ്പി അല്ലെങ്കിൽ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇന്റർവെൻഷൻസ് ഉണ്ടാവുക, എല്ലാത്തിനും ഒരു ബൗണ്ടറീസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നല്ല, അവർക്ക് എന്റെ അമ്മ, എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ സിബ്ലിങ്സിന്റെ അടുത്ത് എനിക്ക് എന്തും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുത്താൽ that will be a great healing, great intervention ആയി മാറും. And this is all about today's session. And I'm concluding. Thank you so much for your patience. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് കിടക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ ഹലോ മാം, കേൾക്കാവോ? ഓഡിയോളാണോ? Yes, yes, yes. Around. മാം പറഞ്ഞില്ലേ നമുക്ക് പേരൻസ് ഒക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണമെന്ന്, Yes, yes. പിള്ളേർക്ക് എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോ നമുക്ക് ആ ഒരു രീതിയിൽ പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഇപ്പൊ മോസ്റ്റ്ലി നമ്മൾ കാണുന്നതാണ്, എന്തുവാ പേരൻസ് ആണെങ്കിൽ പോലും കാര്യങ്ങൾ പറയാതെ റിജക്ട് Yes, ചെയ്യുന്നത്. yes, yes, yes. അപ്പൊ അവരെ അതിനെങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് നമ്മള് ഒരാൾ ചെന്ന് പറഞ്ഞ് അവര് ചിലപ്പോ കേൾക്കണമെന്നില്ലല്ലോ. ഇല്ല, ഇതില് ഉള്ളൊരു കാര്യം ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് നമ്മൾ എത്തിച്ചേരാന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഇതിന്റെ ഒരു അവയർനെസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ നമ്മളായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മളായിരിക്കുന്ന റാപ്പിഡ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളായിരിക്കുന്ന സർക്കിൾ മുതൽ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഒരു എനിക്ക് ഞാൻ ആ പെർട്ടിക്കുലർ മൂവിയുടെ നെയിം മറന്നുപോയി. ഒരു മൂവി ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. നമ്മുടെ പ്രേമത്തിലെ പ്രേമ മൂവി ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പ്രേമത്തിലെ ജാവ സാർ ഉണ്ടല്ലോ, ഈ ജാവ സാറ് ആക്ച്വലി ഒരു മൂവിയിലെ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ട് ഒരു കുഞ്ഞ് ആ പുള്ളിക്ക് ഉണ്ടാകുന്ന കൊച്ച് ഞാൻ എങ്ങനെയാ ഉണ്ടായേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അതില് പുള്ളി ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൻസർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പേരൻസും അതിന് കേപ്പബിൾ ആവുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഒന്നെങ്കിൽ സ്കൂളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണ് നമ്മുടെ മദർ സെന്റേഴ്സ് ഉണ്ട്, പള്ളികളുണ്ട്. പള്ളികളിൽ പേരൻസിന് ഒരു അവയർനെസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകളിലൊക്കെ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മാനെ ജസ്റ്റ് ഒന്ന് എടുത്തെറിഞ്ഞ് മാറ്റിയെടുക്കാന്നുള്ളത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. പതിയെ പതിയെ എത്തിക്കാന്നുള്ളതേ ഉള്ളൂ. എസ്പെഷ്യലി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേറ്റഡ് ആയ ടീച്ചേഴ്സ് ത്രൂ ഇത് കുറച്ചുകൂടെ ഈസി ആകും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും മാം, ഞാൻ ചോദിച്ചോട്ടെ? ഓക്കെ, ഇപ്പൊ നമ്മള് ഫ്യൂച്ചർ കിഡ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. കുട്ടികൾ, ഭാവിയിൽ വരുന്ന കുട്ടികളെ ഇങ്ങനെ നമുക്ക് പരിചരിക്കാം നോക്കി. പക്ഷെ ഇപ്പോ മാം പറഞ്ഞ പോലെ റിലീജിയസ് ആയിട്ട് ഇങ്ങനെ കുട്ടികളെ സർപ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫിയർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലീജിയസിൽ ഇങ്ങനെയാണ്, അപ്പൊ അത് ചെയ്യത്, അപ്പൊ അതൊക്കെ അവരുടെ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ അവർക്ക് എന്താ സംസാരിക്കാൻ, സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഒരു ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്നാ അത് തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എത്തിക്കാനുള്ള ഒരു ഉണ്ടാവില്ല, എന്നാ അത് അവരെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് കംഫർട്ട് ചെയ്യാൻ പറ്റും?
തിങ് ഈസ് ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് എത്തുമ്പോൾ ഇത് ഫാമിലി, ഇപ്പൊ പറഞ്ഞ ഈ ഒരു റിലീജിയസ് ആസ്പെക്ട്, ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് നീ ഇന്ന കുട്ടിയോട് സംസാരിക്കാൻ, അങ്ങനത്തെ സാധനം അത് ഇന്നത്തെ കാലഘട്ടത്തിലില്ല, പക്ഷെ എന്നാലും ഒരു സ്ട്രെസ്ഫുൾ, രാവിലെ എണീറ്റ് എന്നും നീ പള്ളിയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ട്രെസ് കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്താൽ ദൈവം നിന്നോട് ഇന്നത് ചെയ്യും എന്ന് പറയുന്ന ട്രോമാസ് ഉണ്ട്. ബേസിക്കലി ഇറ്റ് വിൽ ചേഞ്ച് ഷുഡ് ബി ടേക്കൺ ഫ്രം ദ ഹോം ഇറ്റ്സെൽഫ്. പക്ഷെ നമ്മൾ നമ്മുടെ പേരൻസിന്റെ അടുത്ത് ചെന്നിട്ട് ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം നിന്ന് പറയാതെ എന്നെ നോർമലി പറയത്തുള്ളൂ. അപ്പൊ ഈ തിങ് ഈസ് നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ മുതലെങ്കിലും സ്ട്രെസ്ഫുൾ അല്ല സ്പിരിച്വാലിറ്റി എന്നുള്ള സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊരു കണക്ഷനാണ്, ഞാനും ഗോഡും തമ്മിലൊരു കണക്ഷനാണ്. ഈ ഒരു കണക്ഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളിപ്പോ ഒരു കുഞ്ഞു കുട്ടീനെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ കൊച്ചൊരിക്കലും വാക്സിനേഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല അല്ലെ. കൊച്ച് ഹായ് ഇന്ന് ഞാൻ വാക്സിനേറ്റഡ് ആവാൻ പോവാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടായിരിക്കത്തില്ല വാക്സിനേഷന് വേണ്ടി പോകുന്നത്. അപ്പൊ കൊച്ചു കരയും, അലറിക്കരയും, അതൊരു ട്രോമ ആവുന്നില്ല. പക്ഷെ അതിന്റെ ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കേണ്ട സെൻസ് നമ്മുടെ ഒരു മെച്യൂരിറ്റിയും കൂടി, ഇമോഷണൽ സ്റ്റെബിലിറ്റിയും കൂടി ഉണ്ട്. എന്ത് കാര്യവും നമ്മൾ ചെയ്തിരുന്ന എന്ത് കാര്യവും നമ്മൾ ഈ ഒരു സ്ട്രെസ്സിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വെൻ ഇറ്റ്സ് കമ്മിങ് ടു ദ സ്പിരിച്വാലിറ്റി, അത് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലോട്ട്, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിൽ, ഇങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടിന്യൂസ്ലി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നോർമലി നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇറ്റ്സ് എ കണക്ഷൻ, ബിൽഡിംഗ് എ കണക്ഷൻ. നീ റെഗുലർ ആയിട്ട് ഒരു ഫ്രണ്ടിനെ മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ടിങ് ക്രിയേഷൻ തന്നെയാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ ഇന്റർവെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനെ സ്ട്രെസ്ഫുൾ ആക്കി എടുക്കാതിരിക്കുക, ഡിപ്പെൻഡിങ്, അവരുടെ സർക്കംസ്റ്റൻസസ് ആണ് അതിനെ മാറ്റിമറിക്കുന്നത്. അതിന് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് അവിടെ ഇവിടെ മിസ്സായി പോയിട്ടുണ്ടാവും അല്ലേ? കുഴപ്പമില്ല മിസ്, ഓക്കെയാണ്. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എവിടുന്ന ഒരു വിയേർഡ് ഐഡിയ കിട്ടിയിട്ടില്ലേ? എന്തോ കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? നമ്മുടെ ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആയിരിക്കുന്നവര് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഇനി ഒത്തിരി വെബിനാർസ് ഒക്കെ അപ്ഗ്രോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ മേടിച്ച് നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ചില ഏരിയാസ് ഒക്കെ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. ഓക്കെ, ഞാൻ താങ്ക് യു, വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് അഭിയ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഹലോ മാം, ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിളാ എനിക്കൊന്ന് മാമിന് എന്തോ ഒരു എറർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു മാം, നല്ലൊരു ഇൻസൈറ്റ്ഫുൾ സെക്ഷൻ ആയിരുന്നു. ലൈക്ക് അറ്റൻഡൻസിനോടും ആക്റ്റീവ് എൻവോൾവ്മെന്റിനൊക്കെ അവരോടും ഞാൻ താങ്ക് യു പറയുന്നുണ്ട്. മാമിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ സംഭവം കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഭയങ്കര ഡീപ്പ് അല്ലെങ്കിൽ ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു ഇത്.
ഞാൻ കുറച്ച് നമ്മൾ ഈ ക്ലാസ്സുകളിലാണെങ്കിൽ അല്ലെങ്കിൽ കേട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായി. എനിക്ക് ഉറപ്പാണ്, ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാൻ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു ഫോർ യുവർ സെക്ഷൻ മാം. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് എൻ്റെ ടീം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഐ ഹോപ്പ് എല്ലാവർക്കും നല്ലൊരു ജനറേഷനെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന കുട്ടികളിലേക്ക് അവരുടെ നീഡ് അസസ് ചെയ്യുക ആൻഡ് ട്രൈ ടു ചേഞ്ച്, ബി എ ചേഞ്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, അപ്പൊ ഞങ്ങളുടെ അഭിമാമിന്റെ പേരിലും എന്റെ പേരിലും സാറിന്റെ പേരിലും ഞങ്ങളുടെ സ്റ്റാഫ്സിന്റെയും ട്രെയിനീസിന്റെയും അപ്ഗ്രോന്റെ പേരിലും മാമിന് താങ്ക് യു പറയുന്നു. ഓക്കെ.